നമസ്കാരം. നമ്മൾ ടൈറ്റിൽ സൂചിപ്പിച്ച എന്താണ് ഇൻസ്ക്രിപ്റ്റ്, എന്താണ് യൂണിക്കോഡ്, എന്താണ് ISM, ഇതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ ഭാഷകൾക്കെല്ലാം കൂടി ഒരു ഏകീകരണ സ്വഭാവം വരുത്തി തീർത്തു. അതിനാണ് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഭാഷകളായ കന്നഡ, നമ്മുടെ തൊട്ടടുത്ത ഭാഷകൾ മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, ഇത്തരം ഭാഷകളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയക്കുന്ന സമയത്ത് ഭാഷകളെല്ലാം മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഓരോരോ ലെറ്ററുകൾ അയക്കുന്ന സമയത്ത് ഈ ലെറ്ററുകളെല്ലാം മാറിപ്പോകുന്നുണ്ട്. ഈ ലെറ്ററുകളൊക്കെ ഏകീകരിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ ഭാഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയാണ് ഇൻസ്ക്രിപ്റ്റ്. ഇതിലുപയോഗിക്കുന്ന ഫൗണ്ടാണ് യൂണിക്കോഡ് ഫൗണ്ട്. നമ്മൾ മലയാളത്തിലെല്ലാം MLTT മറ്റുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന വേറെ യൂണിക്കോഡ് ഫൗണ്ടാണ് ഇതിലെല്ലാം ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിക്കോഡ് ഫൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ എല്ലാ ട്രാൻസാക്ഷനുകളും ഈ മലയാളത്തിലുള്ളതും തമിഴിലുള്ളതും തെലുങ്കിലുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് സീഡാക്ക് വിഭാഗമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. യൂണിക്കോഡ് ഫൗണ്ടുകൾ നമുക്ക് ആവശ്യത്തിന് ഫൗണ്ടുകളെല്ലാം ഗൂഗിളിൽ നമ്മൾ തിരക്കി നോക്കി കഴിഞ്ഞാൽ യൂണിക്കോഡ് ഫൗണ്ടുകൾ കൊണ്ടുവരാം. അത് ഈ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേക വേറെ ടൈപ്പിംഗ് രീതികളൊന്നുമല്ല, മനസ്സിലാക്കുക. ISM എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ISM കീബോർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻസ്ക്രിപ്റ്റും സെയിം കീബോർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ISM പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. സീഡാക്ക് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി വിഭാഗം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് ISM. അപ്പോൾ ഇത് ഉപയോഗിച്ച് തമിഴ്, മലയാളം, കന്നഡ എല്ലാ ഭാഷകളും ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ISM എന്ന സോഫ്റ്റ്വെയറും ഇൻസ്ക്രിപ്റ്റ് എന്ന ഇന്ത്യയിലെ ഭാഷകൾക്ക് വേണ്ടി ഏകീകരിച്ച സമ്പ്രദായം കൊണ്ടുവന്നതാണ് ഇൻസ്ക്രിപ്റ്റ്. അതിൽ ഫൗണ്ടാണ് യൂണിക്കോഡ്. അപ്പോൾ ഇനി പാഠഭാഗത്തിലേക്ക് നമുക്ക് എടുക്കാം. ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടിങ്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത്തരം വാക്കുകൾ വരുന്ന സമയത്ത് ക്ര, പ്ര, ത്ര, വ്ര ഇങ്ങനെ അക്ഷരങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഏത് അക്ഷരത്തിൻ്റെ കൂടെയാണോ ഇത്തരം ദീർഘങ്ങൾ ക്ര, പ്ര, ത്ര വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കായും രായാണ് വേണ്ടത്. അതായത് രണ്ട് അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ലിംഗിങ് വേർഡാണല്ലോ ചന്ദ്രക്കല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കാ ഉപയോഗിച്ചിട്ട് രായ ക്ര, പാ ഉപയോഗിച്ചിട്ട് രാ ചേർത്ത് കഴിഞ്ഞാൽ പ്ര. നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കുക. വാക്കുകളെ പരസ്പരം ഉച്ചരിച്ചാൽ ഏത് രീതിയിലാണ് അക്ഷരങ്ങൾ വരുന്നത് അതാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം ലിംഗിങ് വേർഡായ ചന്ദ്രക്കല ഉപയോഗിക്കുന്നു, കൂടെ രായി ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അക്ഷരങ്ങളെ ക്ര, ത്ര, പ്ര, വ്ര, ബ്ര, ബ്രേ ഇതെല്ലാം അക്ഷരങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് എക്സാമ്പിളായിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ക്ര വരുന്ന സമയത്ത് ക്രിയ വരുന്നു അല്ലേ? ക്രിയ വരുന്നു, പ്രിയം വരുന്നു, വ്രതം വരുന്നു. പിന്നെ അതേപോലെ തന്നെ ത്ര ഉപയോഗിച്ചിട്ട് ത്രയംബകം, തൃശ്ശൂർ, കർഷൻ തൃശ്ശൂരല്ല ത്രയംബകം. അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് വാക്കുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. അപ്പം ഭ്രമണം, അതുപോലെ തന്നെ ഉപയോഗിച്ചില്ല ഭ്രമണം, ഉപയോഗിച്ചില്ല ബ്രഹ്മി, ബ്രാഹ്മണ്യം, ബ്രാഹ്മണൻ. ഈ രീതിയിലൊക്കെ നമുക്ക് അക്ഷരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാ മാത്രം കൂട്ടിച്ചേർത്താൽ മതി. ചന്ദ്രക്കലയാണ് രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുന്ന ലിംഗിങ് വേർഡ് എന്ന് പഠിപ്പിച്ചു. ഇതിന് മുന്നേത്തെ കുറേ പാഠഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 14ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതിനെ മുന്നേത്തെ പാഠഭാഗങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു മിനിസ്ട്രി വിഭാഗമാണ് ഇതെല്ലാം തയ്യാറാക്കി വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കേരളവും ഇപ്പം മലയാള ഭാഷയ്ക്ക് വേണ്ടി വളരെയേറെ ഡിമാൻഡ് കൊള്ളുന്ന കാലഘട്ടമാണ്. മലയാളം ടൈപ്പിംഗ് എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളം ടൈപ്പിംഗ് ഗവൺമെൻറ് തലത്തിലും വളരെ നിർബന്ധമായിക്കൊണ്ടുള്ള ഓർഡറുകളെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളും പിന്നോക്കം പോകരുത്. മലയാളം ടൈപ്പിംഗ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് കഴിയണം. നമ്മൾ അത്യാവശ്യം ഒഫീഷ്യൽ വർക്കുകളെല്ലാം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് കാര്യം. അതേപോലെ തന്നെയാണ് ഇവിടെ ങ്ക, ഇഞ്ച, mb. അപ്പം ഈ അത് ങ പ്ലസ് ക, ങ്ക, ഞ പ്ലസ് ച, ഇഞ്ച, മ പ്ലസ് പ, mb. ഇത് യൂണിക്കോഡിലാണ് മ പ്ലസ് പ, mb എന്ന് പറയുന്നത്. ന പ്ലസ് പ ISM-ലാണ് ന പ്ലസ് പ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. യൂണിക്കോഡ് ഫൗണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് മ പ്ലസ് പായും, സാധാ ISM ലിപികളിൽ MLTT ഇത്തരം ഫൗണ്ടുകളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ന പ്ലസ് പായാണ് ഇമ്പ വരുന്നത്. അതുപോലെ തന്നെ ചെണ്ടയുടെ ണ്ട എന്ന് വരുന്നത് ന പ്ലസ് ട. പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ചന്ദ്രക്കലയ്ക്ക് വേണ്ടിയിട്ടാണ് പ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന ചന്ദ്രക്കല, ത ന്ത എന്ന അക്ഷരം വരുന്നു. ഇനി നിങ്ങൾ ഇത് പാഠഭാഗങ്ങളെല്ലാം ബൈഹാർട്ടാക്കേണ്ടതാണ്. ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒത്തിരി പാഠഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ചെയ്യണം. ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും നിങ്ങളിതിനെ മാറ്റി നിർത്തണം. ഇത് കണ്ടുപിടിക്കുക, പിന്നെ ചെയ്ത് പഠിച്ചാൽ തന്നെയുള്ളൂ പ്രവൃത്തി ഈസിയാവുള്ളൂ. അപ്പം ടൈപ്പിംഗ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സ്പീഡായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരാനും നല്ലൊരു ടൈപ്പിംഗ് മാസ്റ്ററായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.